സമാധാനപ്പെടെ ഞാൻ ഏറ്റു. ഒറ്റ എണ്ണത്തിന് വെറുതെ വിടരുത്, എല്ലാവരും ശരിക്കും പിഴിഞ്ഞ് എടുക്കണം. 5 കുഞ്ഞും 10, 10 കുഞ്ഞും 15, 15 പിന്നെ 20 ആവും. 20 10 30, 25 രൂപ ലാഭം. നിങ്ങൾ നിൽക്കിവിടെ, നിൽക്കി ഞാനിപ്പോ വരാം. അയ്യോ അങ്ങോട്ട് കയറാനും വയ്യ. ഈ പിരിവാരന്മാരൊക്കെ കൂടെ എന്നെ കൊല്ലും. ദൈവമേ, അയ്യോ ഈ പിരിഞ്ഞ എന്നെയും കൊണ്ട് പിരിച്ചോണ്ടേ പോവും. അയ്യാ നിന്നേക്കാ വലിയ നീന്തലുകാരനാ ഞാൻ അങ്ങോട്ട് വരണോ അതോ നീ ഇങ്ങോട്ട് വരുന്നു? അയ്യോ ഇത് വിഷമിപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. എടാ ഇത് കാര്യം വേറെ. എന്നാ ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ വിചാരിച്ച് മുടിഞ്ഞ പിരിവായിരിക്കും. അയ്യോ അയ്യോ എന്റെ കൊടയെന്ന് വിട് സാറേ, എന്റെ വാദം കയറി കോപിക്കും. പിന്നെ നിന്റെ എവിടെ പിടിക്കണം? അയ്യോ കൊടയെന്ന് വിട് സാറേ, വാദം കോപിക്കും. വിളിച്ചിരിക്കുന്നില്ല. അയ്യോ പിരിവ് ഞാൻ തരാം, പക്ഷെ ഇപ്പോഴില്ല. അനാവശ്യം പറയരുത്. എന്റെ പൊന്നും കൊടുത്ത് സാറേ, ഐശ്വര്യമായിട്ട് 1 രൂപയും തന്നാട്ടെ, ഞാൻ നാളെ എങ്ങ് തിരിച്ചു. ഓ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നീ ചെയ്യൂ. സാറ് പറയണം, ഞാൻ ചെയ്യാം. അയ്യേ സാർ എന്തോ പറയണേ? ഇതൊരു പുതിയ കാര്യമല്ലടാ. അത് വേണോ? വേണം ശങ്കര, എന്റെ ഒരു ആഗ്രഹമല്ലേ. ഈ പണി എനിക്ക് പറ്റൂല സാറേ. നിന്നെ കൊണ്ടേ പറ്റൂ. സാറിന് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ നോക്കാം. നമുക്ക് രാത്രി കാണാം. കഥാപ്രസംഗം തുടങ്ങുമ്പോ സാറങ്ങി പോരണം. കഥ തുടങ്ങുമ്പോ ഞാനങ്ങ് പോവും. തീർത്തുണ്ടോണം തരാൻ. എന്നാ ശങ്കര, സാറിലേക്ക് വഴിന്ന് വാങ്ങിക്കാം. അണ്ണന്റെ കാസത്തിന് ആശ്വാസമില്ലല്ലയോ? വല്ലാത്ത ചുമ. വൃശ്ചികം 5, 5 കുഞ്ഞും 10 ധനുക്കൂർ. സമയം മോശം. വാതാതിപിത്ത രക്തകഫം കോപേഷു. എന്താ രക്തവാദങ്ങൾ കോപിക്കുമെന്ന് രാഹുറിന്റെ സ്വാഭാരമാണ്. അല്ല, മിഥുനം കഴിഞ്ഞാൽ അണ്ണന്റെ സമയവും നല്ലതാകുമെന്ന്. നിന്റെ ഈ ജ്യോതിഷ്യമൊക്കെ അങ്ങ് ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് പറഞ്ഞാൽ മതി, എന്നോട് വേണ്ട. ഈ ചുമ മോശമാകട്ടോ. എന്നെ മറന്ന് ജീവിച്ചതിന്റെ ഫലം. അതുകൊണ്ടല്ലയോ അണ്ണന്റെ ഭാര്യ വേറെ ഇരയെ കൊത്തിയത്? പെണ്ണല്ലേ ശങ്കര, അങ്ങനെ. അതും ശരിയാ, എനിക്കും പറ്റിയത് അങ്ങനെയാ. അണ്ണൻ അറിയോ എന്റെ കല്യാണം ലവിങ്ങോ ക്രോസിങ്ങോ ആയിരുന്നു? എന്തോന്നാ? ലെവൽ ക്രോസ്. പ്രേമം കലർത്തിയ മിശ്ര വിവാഹം. ഞാൻ എന്റെ പെമ്പറന്നോർത്തി അറിയാതെ രഹസ്യമായി ഫാമിലി പ്ലാനിങ് നടത്തി. രൂപയും സാരിയും 1 തൊട്ടിയും കിട്ടി. ഞാൻ പ്ലാനിങ് നടത്തുമ്പോഴേ അവളെ റാഹേല് അങ്ങനെ ബനസ് മാതിരിയുള്ള മനസ്സുമായിട്ട് നിൽക്കണ പരുവാ. എന്റെ അംഗനഷ്ടം അവൾ അങ്ങനെ ചെയ്തു. പെറാനുള്ള കൊതി കൊണ്ടാ അവള് വേറെ പോയത്. ഓ വല്ലാത്ത ചുമ. കാലപ്പഴക്കത്തേക്കില്ല. അണ്ണനെ ഞാൻ ഒരു മരുന്ന് പറഞ്ഞുതരാം, അണ്ണൻ എന്റെ കൂടെ വരണം. എന്ത് മരുന്ന്? സ്പെഷ്യൽ സോഡ മുടുക്കിലെ മുറുക്കാങ്കടെ കിട്ടും. വരണം. അത് കുടിച്ചാൽ ഇതെല്ലാം ഇതിന്റെ അപ്പുറത്തെ ചുമയും പമ്പ കിടക്കും. വരണം. ഇതുവരെ ചെയ്യാത്തത് ഇനി ഞാൻ ചെയ്യണം. അണ്ണന്റെ ആശ്വാസം, എന്റെ നിശ്വാസം, നാട്ടുകാരുടെ വിശ്വാസം. അച്ഛൻ പോകുന്നു. ഞാൻ ദാ വരുന്നു മോളെ. മോള് പുറപ്പെടാൻ റെഡി ആയിട്ടിരുന്നോ? രാഹുകാലം കഴിയട്ടെ. പണ്ട് ഇയാള് വലിയവനായിരുന്നിരിക്കും, ഇന്നിപ്പോ താൻ ചെരുപ്പ് കുത്തിയാണ്. നിർത്ത്. പ്രാഭവൊന്നും പറയാതെ അഷ്ടമത്തി ഗുളികനാണ്. ആളുകൾ തല്ലി കൊല്ലും. വാ. മുണ്ട് സൂക്ഷിച്ച് അഴിഞ്ഞു പോവും. കേട്ടാ വീപ്പണ്ടാരം നാശം. അയ്യോ നരച്ചെങ്കിലും ശക്തിയോ. പായട
പാറുമ്മ എവിടെ? പാറുമ്മ അപ്പുറത്തുണ്ട്. നിന്റെ അച്ഛൻ കൂടുതൽ വിളിച്ചോണ്ടാ. നീ വാ വാന്ന് വാടി. എന്നെ വിടൂ, എന്നെ വിടൂ അമ്മേ. ചെറുപ്പത്തിയുടെ മോളെ നേതാവ് കൊന്നു. നിന്റെ ശവശരീരം പോലും ഞാൻ പുറത്ത് കാണിക്കില്ല. സാറ് പോകുന്നോ? പോകുന്നു. നാണു, രതി എന്ന് പേരുള്ള സ്ത്രീ ഈ ചേരിയിൽ താമസമുണ്ടല്ലോ. ഉണ്ട്. അവൾക്ക് ഒരു മകനുണ്ടല്ലേ? അതെ. ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞ ഒരു ക്യാൻസർ രോഗിണിയാണ് രതി, അല്ലേ നാണു? അതെ സാർ. ഈ കോമ്പൗണ്ട് വിട്ട് പുറത്തിറങ്ങാത്ത സാറിതൊക്കെ എങ്ങനെ അറിഞ്ഞു? ഇതിനുള്ളിലിരുന്ന് ഞാൻ ചുറ്റുമുള്ള മനുഷ്യരെ മുഴുവൻ ശ്രദ്ധിക്കുകയായിരുന്നു നാണു. എഴുത്തുകാരെല്ലാം അല്ലേലും അങ്ങനെയാണല്ലോ. നാളെ അവൾ മരിച്ചാൽ ആ കുഞ്ഞ് അനാഥനാകും. ഒന്നും അറിയാത്ത അവളുടെ കുഞ്ഞിന്റെ ഭാവിയെക്കുറിച്ച് ഓർത്തപ്പോൾ എനിക്കെന്തോ ഒരു സഹതാപം. ഞാനും അത് ചിന്തിക്കാഞ്ഞിട്ടല്ല. ഒരു കാര്യം ചെയ്യൂ, അവളോട് ആ കുഞ്ഞിനെയും കൊണ്ട് ഒന്നിങ്ങോട്ട് വരാൻ പറയും. പറയാം. പോകുന്നതിന് മുമ്പ് അവന് വേണ്ടി എന്തെങ്കിലും സഹായം ഞാൻ ചെയ്യാം. ലക്ഷ്മി, കുട്ടി ഈ ചേരിയിൽ വഴിതെറ്റി വന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. തമ്പി അങ്ങ് അഭിനയിക്കുന്നോ അതോ കഴിഞ്ഞതെല്ലാം മറന്നോ? എന്റെ മകൻ ഒരപകടത്തിൽ മരിച്ചു. പത്രങ്ങളിൽ കൂടി അറിഞ്ഞു. ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. മാപ്പ്? ഈ രണ്ടക്ഷരം കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും നേടിയിട്ടുണ്ടോ? ഉണ്ട്. ആ രണ്ടക്ഷരത്തിന്റെ അർത്ഥവ്യാപ്തിയിലാണ് ലോകം തന്നെ നിലനിൽക്കുന്നത്. നിലനിൽപ്പ്? എനിക്കില്ലാത്ത നിലനിൽപ്പ് ഈ ലോകത്തിനുണ്ടെന്ന് ഞാൻ എന്തിന് അംഗീകരിക്കണം? ഒരു പ്രളയത്തിൽ പോലും ഞാൻ പ്രശാന്തി കണ്ടെത്തുന്നു. ക്ഷമിക്കുഞ്ഞ്, എന്റെ മകനെ സ്നേഹിച്ച ശപിക്കപ്പെട്ട ആ നിമിഷങ്ങളെ ഓർത്ത് നീ നിന്റെ ശേഷിച്ച ജീവിതം പാഴാക്കരുത്. എന്റെ ഒരു മകളെ പോലെ കുട്ടിക്ക് എന്നോട് കഴിയരുതോ? ഇല്ല, ഈ ശരവഞ്ചരത്തിനുള്ളിൽ ഞാനൊന്ന് എരിഞ്ഞടങ്ങിക്കൊള്ളട്ടെ. ഇനി എനിക്കതിനു മാത്രമേ കഴിയൂ.